വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുൻപേ അതെന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല. എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവർത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും ദ്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമയിലൂടെ യേശുവുമായുള്ള ശിഷ്യന്മാരുടെ ബന്ധത്തെയും ഐക്യത്തെയും വളർച്ചയെയും ഫലം കായ്ക്കലിനെയും വിശദമാക്കിയ യേശു പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനായി ശിഷ്യരോട് പറഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ് ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. യേശുവുമായുള്ള ബന്ധം മൂലം ലോകം ശിഷ്യരെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുമെന്ന് ഈ വചനഭാഗത്തിലൂടെ വരച്ചു കാട്ടുന്നു. ലോകത്തിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും ലൗകിക മാനദണ്ഡങ്ങൾ വെടിഞ്ഞ് സുവിശേഷ മൂല്യങ്ങൾ ജീവിത ദർശനമാക്കുന്നതുമാണ് ശിഷ്യത്വം. അവിടെ നേടുന്നതിനല്ല, നഷ്ടപ്പെടുത്തുന്നതിലാണ് സന്തോഷം. സഹനങ്ങളിൽ നിരാശപ്പെടുന്നതല്ല, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നതും ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നതുമാണ് ക്രൈസ്തവ ജീവിതം. ലോകത്തിൻ്റെ ചിന്തയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ് യേശുവിൻ്റെ സുവിശേഷം. അതനുസരിച്ച് ജീവിക്കുന്നവരോട് യേശു പറയുന്നതാണ് ലോകം നിങ്ങളെ വെറുക്കും എന്ന്. കാരണം അവ ലോകത്തിൻ്റെ ചിന്തയ്ക്കും യുക്തിക്കും നിരക്കുന്നതല്ല. ദൈവത്തിൻ്റെ സ്വന്തമാകണമെങ്കിൽ നാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകണം. ഇത് ഇടുങ്ങിയ വാതിലിലൂടെയുള്ള കടന്നുപോകലാണ്. യേശുവിനെ സ്വന്തമാക്കുന്നവർക്കും സുവിശേഷപ്രകാരം ജീവിക്കുന്നവർക്കും ലഭിക്കുന്നത് ലോകത്തിൻ്റെ വിദ്വേഷമാണ്. ദൈവത്തെയും മാമോനെയും ഒന്നിച്ചു സേവിക്കുക സാധ്യമല്ലെന്ന് യേശു ശിഷ്യരോട് പറഞ്ഞിട്ടുണ്ട്. തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം കുരിശുമെടുത്ത് പിന്നാലെ ചെല്ലുവാനായി യേശു ആഹ്വാനം ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ വചനങ്ങൾ പാലിക്കുവാനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഒരു ശിഷ്യനുണ്ടാകുന്ന പ്രയാസവും സഹനവുമാണ് കുരിശ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആദിമ ക്രൈസ്തവർ ഈ കുരിശിൻ്റെ ഭാരവും വലുപ്പവും അനുഭവിച്ചറിഞ്ഞവരാണ്. യേശുവിനെ പ്രതി പീഡകൾ സഹിച്ച് അവർ രക്തസാക്ഷികളായി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനം. യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പരമോന്നത പടിയാണ് രക്തസാക്ഷിത്വം. നന്മ മാത്രം ചെയ്ത് കടന്നുപോയ യേശുവിനെ പീഡിപ്പിക്കുവാനും ക്രൂശിക്കുവാനുമായി ലോകം ഒത്തുചേർന്നു. ലോകത്തിലാണ് ജീവിച്ചതെങ്കിലും ലോകത്തിൻ്റേതായിരുന്നില്ല യേശു. ക്രൈസ്തവനും തിരഞ്ഞെടുക്കേണ്ട വഴി ഇതാണ്. യേശുവിനെ പീഡിപ്പിച്ച ലോകം നമ്മെയും പീഡിപ്പിക്കും. വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ശിഷ്യത്വ ജീവിതം ഒരു വെല്ലുവിളിയാണ്. ഇടുങ്ങിയ വഴിയിലൂടെ കുരിശും പേറിയുള്ള ജീവിതം വളരെ ദുഷ്കരമാണ്. എന്നാൽ ഈ യാത്രയിൽ നാം തനിയെയല്ല. പിന്നെയോ കുരിശുമെടുത്ത് കാൽവരി കയറിയ യേശുവിൻ്റെ പിന്നാലെയാണ് നാം പോകുന്നത്. ഈ തിരിച്ചറിവ് നമ്മെ ധൈര്യപ്പെടുത്തും, ശക്തി പകരും. ക്രിസ്തുവിനെ പ്രതിയുള്ള ഏത് ത്യാഗവും സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനും നിസ്വാർത്ഥമായി ജീവിക്കുവാനും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും നമുക്ക് കഴിയണം.
യേശുവിനെ അനുഗമിക്കുന്നതിനായുള്ള സഹനങ്ങളെയും പീഡനങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് യേശുവിൻ്റെ സ്വന്തമായി ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റേതല്ലാത്തതുപോലെ ജീവിക്കുവാനായി നമുക്കിടയാകണം. ഇന്ന് തിരുസഭ പ്രത്യേകമായി ഓർക്കുന്ന വിശുദ്ധ ജോൺ ബ്രിട്ടോ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും എല്ലാം ത്യജിച്ച് ഈശോ സഭാ സന്യാസിയായി തീക്ഷ്ണതയുള്ള മിഷണറിയായി ഇന്ത്യയിലെത്തി സുവിശേഷം പ്രഘോഷിക്കുകയും രക്തസാക്ഷിയാകുകയും അതിലൂടെ ലോകം തരുന്ന സന്തോഷമല്ല, ദൈവം നൽകുന്ന സന്തോഷമാണ് ശാശ്വതമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ, കുരിശുകളെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്തുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഈശോയെ, ജീവിതത്തിലെ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റുവാൻ എന്നെ സഹായിക്കണമേ.